നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുബായിലെ സ്കൂളുകളിൽ 5 മുതൽ 7% വരെ ഫീസ് വർധനയ്ക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അനുമതി. വർധന വിദ്യാഭ്യാസ നിലവാര സൂചികയനുസരിച്ച്. ബഹ്റൈൻ രാജാവ് ബുധനാഴ്ച ഇന്ത്യയിലെത്തും. ഇരട്ട നികുതി ഒഴിവാക്കൽ ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കും. സൗദി കിരീടാവകാശിയും ഇന്ത്യ സന്ദർശനത്തിന്. ഇന്ത്യ സൗദി പ്രതിരോധ സഹകരണ കരാർ ഒപ്പുവെക്കും. പ്രതീക്ഷയോടെ പ്രവാസി സമൂഹം. കാർ വാടകയ്ക്കെടുക്കാൻ റെന്റ് കാർ കമ്പനികളിൽ പാസ്പോർട്ട് ജാമ്യം നൽകരുതെന്ന് ഷാർജ പോലീസിന്റെ മുന്നറിയിപ്പ്. നിർദ്ദേശം തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മേധാ പട്കറും കെജ്രിവാളും യോഗേന്ദ്ര യാദവും മത്സരിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ കുമാർ ബിശ്വാസ്. തെലങ്കാന വിഷയത്തിലുടക്കി ആന്ധ്ര മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡിയും കൂട്ടരും കോൺഗ്രസ് വിടാനൊരുങ്ങുന്നു. വെല്ലിംഗ്ടൺ ടെസ്റ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ന്യൂസിലാൻഡ് പൊരുതുന്നു. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മറികടന്നു. ബ്രണ്ടൻ മക്കല്ലത്തിന് സെഞ്ചുറി. പോൾവാൾട്ടിൽ സെർജി ബൂബ്കയുടെ റെക്കോർഡ് തകർത്ത് ഹുനോ ലാവ്ലിന്. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ നിലവാര സൂചിക അനുസരിച്ച് ദുബായിലെ സ്കൂളുകളിൽ 5 മുതൽ 7% വരെ ഫീസ് വർധനയ്ക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അനുമതി നൽകി. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് വിവിധ സ്കൂളുകളുടെ നിലവാരം വിലയിരുത്തി സൂചിക തയ്യാറാക്കുന്നത്. സൂചികയിൽ ഉയർന്ന സ്കോർ നേടുന്ന സ്കൂളുകൾക്ക് 7% വരെയും താഴ്ന്ന സ്കോർ നേടുന്ന സ്കൂളുകൾക്ക് 5% വരെയുമാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി. 5 മുതൽ 7% വരെയുള്ള വർധന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വീകാര്യമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അന്യായമായ ഫീസ് വർധനയ്ക്ക് തടയിടുന്നതോടൊപ്പം സ്വകാര്യ സ്കൂളുകളുടെ നിലനിൽപ്പും പരിഗണിച്ചാണ് ഈ തീരുമാനം. കെട്ടിട വാടകയും അധ്യാപകരുടെ വേതനവും മറ്റ് നടത്തിപ്പ് ചെലവുകളും ചൂണ്ടിക്കാട്ടി ഫീസ് വർധനയ്ക്ക് അനുമതി തേടി നിരവധി വിദ്യാലയങ്ങൾ നേരത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിനിടെ സ്വന്തം നിലയ്ക്ക് ഫീസ് വർദ്ധിപ്പിക്കാനും ചില വിദ്യാലയങ്ങൾ തീരുമാനിച്ചെങ്കിലും അധികൃതർ ഇടപെട്ട് തടയുകയായിരുന്നു. പൊതുവെ തന്നെ ദുബൈയിൽ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യമാണിപ്പോൾ. ഫീസ് വർധനയെ ഇടത്തരം രക്ഷിതാക്കൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതും. നിശ്ചിത ശതമാനം ഫീസ് വർധന അംഗീകരിച്ച അധികൃതർ വിദ്യാലയത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ എല്ലാ സ്ഥാപനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു. മീഡിയ 1 ദുബൈ. ബഹ്റൈൻ രാജാവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരട്ട നികുതി ഒഴിവാക്കൽ ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കും. രാജ്യത്തെ 3.5 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തെ വർദ്ധിച്ച താൽപര്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഗൾഫ് മേഖലയിൽ സമ്പദ്ഘടനയുടെ വൈവിധ്യവൽക്കരണം മൂലം വേറിട്ട് നിൽക്കുന്ന ബഹ്റൈനിൽ കൂടുതൽ ഇന്ത്യൻ നിക്ഷേപം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഉദാരമായ നയസമീപനങ്ങളും തുറന്ന വിപണിയും ഇന്ത്യൻ കമ്പനികൾക്ക് മികച്ച അവസരമാകൂ നൽകുകയെന്നും ബഹ്റൈൻ വ്യക്തമാക്കുന്നു. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരട്ട നികുതി ഇല്ലാതാക്കൽ ഉൾപ്പെടെയുള്ള നിരവധി കരാറുകളിലായിരിക്കും ഒപ്പുവെക്കുക. സാമ്പത്തിക പ്രതിരോധ മേഖലകളിലും മറ്റും ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ കരുത്തു പകരാൻ രാജാവിന്റെ സന്ദർശനം മികച്ച അവസരമായി മാറും. 3.5 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ബഹ്റൈനിലുള്ളത്. ഇവരിൽ നല്ലൊരു ശതമാനവും മലയാളികളാണ്. രാജാവിന്റെ സന്ദർശനം വലിയ താല്പര്യത്തോടെയാണ് മലയാളി പ്രവാസികളും നോക്കിക്കാണുന്നത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചമാകാൻ അത് ഉപകാരപ്രദമാവും തന്നെ നമ്മൾ പ്രതീക്ഷ. ബഹ്റൈൻ രാജാവിൻ്റെ മാതൃക നമ്മളും ഉൾക്കൊള്ളുക, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ അത് സഹായകരമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ മാസം 18-ന് ആരംഭിക്കുന്ന ബഹ്റൈൻ രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിന്റെ സന്ദർശനം 3 നാൾ നീണ്ടു നിൽക്കും. മീഡിയ 1 ബഹ്റൈൻ. ഇന്ത്യ അടക്കമുള്ള 4 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനായി സൗദി കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസും സംഘവും യാത്ര തിരിച്ചു. ഇന്നലെ പാകിസ്ഥാനിലെത്തിയ സംഘത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ജപ്പാൻ പര്യടനവും കഴിഞ്ഞാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുക. ഇന്ത്യയുമായി പ്രതിരോധ സഹകരണ കരാറിൽ സൗദി ഒപ്പുവെക്കും. പാകിസ്ഥാനുമായി സുരക്ഷാ പ്രതിരോധ മേഖലയിൽ ബന്ധം ശക്തിപ്പെടുത്തും. സാമ്പത്തിക മേഖലയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് ജപ്പാൻ സന്ദർശനത്തിൽ ലക്ഷ്യം വെക്കുന്നത്. വ്യവസായ, വാണിജ്യ, ധന, സാംസ്കാരിക, വിദേശകാര്യമന്ത്രിമാരടങ്ങുന്ന വൻ സംഘം കിരീടാവകാശിയെ അനുഗമിക്കുന്നുണ്ട്. മാലദ്വീപ് സന്ദർശനം കൂടി കഴിഞ്ഞാണ് അദ്ദേഹം റിയാദിൽ തിരിച്ചെത്തുക. കാർ വാടകയ്ക്കെടുക്കാൻ റെന്റ് കാർ കമ്പനികളിൽ പാസ്പോർട്ട് ജാമ്യം നൽകരുതെന്ന് ഷാർജ പോലീസിന്റെ മുന്നറിയിപ്പ്. ജാമ്യം നൽകുന്ന പാസ്പോർട്ടുകൾ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. UAEയിൽ അടുത്തിടെ കോടതിയിൽ വിചാരണയ്ക്കെത്തിയ കേസുകളിൽ പലതിലും കാർ വാടകയ്ക്കെടുക്കാനായി നൽകിയ പാസ്പോർട്ടുകൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ഒരു കേസിൽ റെന്റ് കാർ സ്ഥാപന ഉടമ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ വാങ്ങി വിൽപ്പന നടത്താൻ ഉപയോഗിച്ചത് ഈട് നൽകിയ പാസ്പോർട്ടുകളാണെന്ന് തെളിഞ്ഞു.
തനിക്ക് മൊബൈൽ ഫോൺ വിറ്റവരുടെ തിരിച്ചറിയൽ രേഖയായി ഇയാൾ കാർ വാടകയ്ക്കെടുത്തവരുടെ പാസ്പോർട്ടുകൾ കാണിക്കുകയായിരുന്നു. മറ്റൊരു കേസിൽ ജാമ്യം നൽകിയ പാസ്പോർട്ട് നൽകി സ്വർണ്ണാഭരണങ്ങൾ കടം വാങ്ങി വിൽപ്പന നടത്തിയ തട്ടിപ്പും അരങ്ങേറി. വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ അപകടമുണ്ടാക്കി ബാധ്യതയുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഈട് വാങ്ങുന്നത്. ആരുടെയും പാസ്പോർട്ട് പിടിച്ചുവെക്കാൻ UAE നിയമം അനുവദിക്കുന്നില്ല. പാസ്പോർട്ടിന് പകരം സെക്യൂരിറ്റി തുക വാങ്ങുകയോ ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തുകയോ വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. മീഡിയ 1 ഷാർജ. ബഹ്റൈന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റേതായി വന്ന പ്രസ്താവനയെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ബഹ്റൈന്റെ പ്രതിഷേധം ഇറാൻ ഭരണകൂടത്തെ അറിയിക്കാൻ ഇറാൻ സ്ഥാനപതിയോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇറാന്റെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം മോശമാവാൻ മാത്രമേ കാരണമാകൂവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളോട് നിഷേധാത്മക സമീപനമാണ് ഇറാൻ പുലർത്തുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു. പ്രധാനമായും പാസ്പോർട്ട് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചാണ് സെമിനാറിൽ വിശദീകരിക്കുക. ആഭ്യന്തര വിഭാഗത്തിന്റെ മെട്രാഷ് 2 സേവനങ്ങളെക്കുറിച്ചും സെമിനാറിൽ വിവരണമുണ്ടാകും. നാളെ രാവിലെ 8:30 ബിൻ ഉംറാനിലെ സിവിൽ ഡിഫൻസ് സെന്ററിലാണ് സെമിനാർ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 41,000 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായി ട്രാഫിക് വകുപ്പ്. മതിയായ രേഖകളില്ലാത്തതും പഴക്കമുള്ള 1388 വാഹനങ്ങളും റോഡിൽ പ്രകടനങ്ങളിൽ ഏർപ്പെട്ടവരിൽ നിന്ന് മോട്ടോർ ബൈക്കുകളും പിടിച്ചെടുത്തു. കടുത്ത നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ബോധ്യപ്പെട്ട 167 പേരെ ട്രാഫിക് വിഭാഗത്തിന്റെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയതായും ട്രാഫിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കാൻ തുടങ്ങിയവയാണ് മിക്കയിടങ്ങളിലും കുറ്റമായി രേഖപ്പെടുത്തിയത്. അബുദാബിയിൽ സാധാരണക്കാരായ പ്രവാസികളുടെ കുട്ടികൾക്കായി കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഇന്ത്യൻ സമൂഹം മുന്നോട്ട് വരണമെന്ന ആവശ്യം ശക്തമാകുന്നു. വില്ലാ സ്കൂളുകൾ അടച്ചുപൂട്ടിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യൻ എംബസിയും പ്രവാസി പ്രമുഖരും കൈകോർക്കണമെന്ന് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. പുതിയ അധ്യയന വർഷം കുട്ടികളെ ചേർക്കാൻ സ്കൂളില്ലാതെ വലയുകയാണ് അബുദാബി എമിറേറ്റിലെ ഇന്ത്യൻ രക്ഷിതാക്കൾ. ഇടത്തരം വരുമാനക്കാരായ പ്രവാസികളാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത്. ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്വകാര്യ സ്കൂളുകളിലാണെങ്കിൽ കഴുത്തറപ്പൻ ഫീസാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടത്തരക്കാർക്കായി സാമൂഹിക കൂട്ടായ്മയിൽ പുതിയ വിദ്യാലയങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അബുദാബിയിലെ ബിസിനസ് പ്രമുഖരും സന്നദ്ധ സംഘടനാ ഭാരവാഹികളും ഇതിനായി കൈകോർക്കണമെന്ന് അബുദാബി മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞു. ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളുകളും അതുപോലെ സാമൂഹ്യ സംഘടനയുടെ ആളുകളും അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് അല്ലാത്ത സ്കൂളുകൾ തുടങ്ങാനുള്ള സാധ്യതകൾ ആരാണ്. ഫീസ് കൂടുന്നതിനനുസരിച്ച് പഠന നിലവാരം കൂടും എന്നത് മിഥ്യാധാരണ മാത്രമാണ്. കുറഞ്ഞ ഫീസിലും നല്ല നിലവാരത്തിൽ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാമെന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് അബുദാബിയിലെ മോഡൽ സ്കൂൾ. സാമൂഹിക പ്രതിബദ്ധതയുള്ള അത്തരം കൂടുതൽ വിദ്യാലയങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാധാരണ ആളുകൾക്ക് ഒരു മിഡിൽ ഇൻകം അതുപോലെ ലോ ഇൻകം ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് മോഡൽ സ്കൂളിൻ്റെ ഫീസ്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ അടക്കിൻ്റെ ഇൻസ്പെക്ഷനിൽ അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഏറ്റവും നല്ല റേറ്റിംഗ് കിട്ടിയ സ്കൂളാണ് മോഡൽ സ്കൂൾ. നിലവിൽ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ എംബസിയുടെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അബുദാബി. വ്യാജ സന്ദർശന വിസ ഇടപാടിൽ കബളിപ്പിക്കപ്പെട്ട് കുവൈത്തിലെത്തിയ 1700 ഈജിപ്തുകാരെ കുവൈത്ത് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ നാട്ടിലേക്ക് തിരിച്ചയച്ചതായി ഈജിപ്ഷ്യൻ അംബാസഡർ അബ്ദുൽ കരീം സുലൈമാൻ വെളിപ്പെടുത്തി. വ്യാജ വിസകളിലെത്തി നിയമലംഘകരായി മാറിയ നിരവധി ഈജിപ്ഷ്യൻ എംബസി എല്ലാ സൗകര്യങ്ങളും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിരലടയാളം എടുക്കാതെ നാട്ടിലേക്ക് മടങ്ങി ഒറിജിനൽ വിസകളിൽ വീണ്ടും കുവൈത്തിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് എംബസി നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നായി 13,000-ഓളം രാജകുടുംബാംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിസ തട്ടിപ്പിൽ കുടുങ്ങി രാജ്യത്തെത്തിയതായാണ് കണക്കുകൾ. നിയമം ലംഘിച്ച് വിദ്യാർത്ഥി യൂണിയൻ രൂപവൽക്കരിക്കുകയും പണപ്പിരിവ് നടത്തുകയും ചെയ്തതിന് ഷാർജ, അജ്മാൻ യൂണിവേഴ്സിറ്റികളിലെ 8 വിദ്യാർത്ഥികളെ അധികൃതർ പുറത്താക്കി. UAE നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇവരെ പുറത്താക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കുവൈത്തിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഈ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ 750 വിദ്യാർത്ഥികളാണുള്ളതെന്നാൽ നിയമലംഘനം ഒരിക്കലും പൊറുപ്പിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു.
ബഹ്റൈനിലെ അൽദൈറിൽ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ പോലീസുകാരൻ മരിച്ചു. അബ്ദുൽ വഹീദ് സയ്യിദ് മുഹമ്മദ് എന്ന പോലീസുകാരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് പ്രതിഷേധക്കാരുടെ ബോംബ് സ്ഫോടനമുണ്ടായത്. വഹീദിനും മറ്റൊരു പോലീസുകാരനും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും വഹീദ് മരണപ്പെട്ടു. റിയാദ് നാടകവേദി .com ആൻഡ് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ 4ാം വാർഷികാഘോഷവും തിലകൻ അവാർഡ് സമർപ്പണവും റിയാദിൽ നടന്നു. പോർച്ചുഗീസ് സൈന്യത്തിനെതിരിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കുഞ്ഞാലിമരക്കാരുടെ ജീവചരിത്രം ആസ്പദമാക്കി കുഞ്ഞാലിമരക്കാർ നാടകവും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനത്തോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കമായത്. പത്മശ്രീ തിലകൻ അവാർഡ് മനോജ് കെ ജയന് നാടകവേദി ചെയർമാൻ നിസാർ ജമീൽ സമ്മാനിച്ചു. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ വി കെ ഹംസ അബ്ബാസ്, നാടക സംവിധായകൻ ജയൻ തിരുമന എന്നിവർ സംസാരിച്ചു. ജയൻ തിരുമനയുടെ നാടകഗാനങ്ങളുടെ രംഗാവിഷ്കാരവും നടത്തി. ജയൻ തിരുമന രചനയും സംവിധാനവും നിർവഹിച്ച കുഞ്ഞാലിമരക്കാർ നാടകം റിയാദിലെ നാടകപ്രേമികൾക്ക് മികച്ച ആസ്വാദനമാണ് സമ്മാനിച്ചത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം റിയാദിലെ 34 കലാകാരന്മാരാണ് അരങ്ങിലെത്തിച്ചത്. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച കുഞ്ഞാലിമരക്കാരുടെയും കൂട്ടാളികളുടെയും സംഘർഷഭരിതമായ ജീവിതം ചരിത്രത്തോട് നീതി പുലർത്തിയാണ് അരങ്ങിലെത്തിയത്. ഇരിങ്ങൽക്കോട്ടയും സാമൂതിരി കോവിലകവും കഴിഞ്ഞ് ഗോവയിലെ പോർച്ചുഗീസ് കോടതിയിൽ കുഞ്ഞാലിമരക്കാരെയും കൂട്ടാളികളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ചരിത്ര നിമിഷങ്ങൾ പ്രവാസ ലോകത്തിന്റെ പരിമിതികളെല്ലാം തകർത്തുകൊണ്ടാണ് അരങ്ങേറിയത്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ബഹ്റൈനിൽ നടന്ന പുസ്തകോത്സവം പ്രവാസി മലയാളികൾക്ക് പുതിയ പുസ്തകങ്ങളെ നേരിട്ടറിയാനുള്ള അവസരമായി. പ്രേരണ എന്ന സാംസ്കാരിക സംഘടനയാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ബഹ്റൈനിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന പ്രവാസികൾക്ക് പുതിയ പുസ്തകങ്ങൾ കാണാനും വാങ്ങാനും ലഭിക്കുന്ന അവസരമാണ് പ്രേരണ സംഘടിപ്പിച്ചു വരുന്ന പുസ്തകോത്സവം. വർഷാവർഷങ്ങളിൽ നിരവധി സാംസ്കാരിക പരിപാടികളോടൊപ്പം നടത്തപ്പെടുന്ന പുസ്തകമേളയിൽ പതിവ് തെറ്റിക്കാതെ നിരവധി പുസ്തകങ്ങൾ ഇത്തവണയും സംഘാടകർ മലയാളികൾക്ക് മുന്നിലെത്തിച്ചു. നാട്ടിലേതുപോലെ പുസ്തകങ്ങൾ ലഭിക്കാത്ത പ്രവാസ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കിടയിൽ അക്ഷരങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ പുസ്തകമേള. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ സാഹിത്യകാരൻ ഇ സന്തോഷ് കുമാറാണ് മേള ഉദ്ഘാടനം ചെയ്തത്. മലയാളത്തിൽ പക്ഷേ ഞങ്ങളുടെ എഴുത്തുകാരുടെ ഒരു സ്വാർത്ഥത കൊണ്ട് മലയാളത്തിൽ ഒരു വലിയ വിദ്യയാണ് പുറത്തിരിക്കുന്നത് സാഹിത്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ബഹ്റൈനിൽ തന്നെ നീണ്ടകാലം പ്രവാസ ജീവിതം നയിച്ച സാഹിത്യകാരൻ ബെന്യാമിനായിരുന്നു ചടങ്ങിലെ മുഖ്യ ആകർഷണം. മേളയോടനുബന്ധിച്ച് പുതിയ കാലം പുതിയ എഴുത്ത് നോവൽ സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ സാഹിത്യ സെമിനാർ നടന്നു. കൈരളി അറ്റ്ലസ് പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സുധീഷ് രാഘവൻ, അനിൽ വേങ്കോട്, കെ.ടി. സലീം, സുധീഷ് മാസ്റ്റർ, ഇ.പി. അനിൽകുമാർ, സിനു കക്കട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗദി അറേബ്യയിൽ 70% പേരും അമിതവണ്ണം അനുഭവിക്കുന്നവരാണെന്ന് പഠനം. അമിതവണ്ണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ 3ാം സമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമിതവണ്ണം രോഗമായി പരിഗണിച്ച് ചികിത്സയ്ക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. 16 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ 60% പേരും അമിതവണ്ണമോ അധികഭാരമോ അനുഭവിക്കുന്നവരാണെന്ന് നാഷണൽ ഗാർഡ് മന്ത്രാലയം റീജിയണൽ മാനേജർ ഡോക്ടർ അഹമ്മദ് അൽ അർഫജ് വ്യക്തമാക്കി. ലോകരാജ്യങ്ങളിൽ സൗദിക്ക് 29ാം സ്ഥാനമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിലെ എറ ജില്ലക്കാരുടെ കൂട്ടായ്മയായ കൊച്ചിനെറ്റ്സ് കുടുംബസംഗമം ഒരുക്കി. അബുദാബി ഹെറിറ്റേജ് പാർക്കിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു ആഘോഷം. 20 വർഷമായി UAEയിൽ സജീവമാണ് കൊച്ചിനെറ്റ്സ്. 150-ലധികം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ മത്സരങ്ങൾ നടന്നു. പ്രസിഡന്റ് മൊയ്തീൻ അസീസ്, കൺവീനർ നിഖോഷ് ഞാറക്കൽ തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി. കുവൈത്ത് സുബിയ പവർ സ്റ്റേഷനിൽ OCGT പ്രോജക്ടിന്റെ കരാർ തൊഴിലാളികൾ വീണ്ടും സമരത്തിൽ. കഴിഞ്ഞ മാസം നടന്ന പണിമുടക്കിന്റെ പേരിൽ കമ്പനി പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് അൽഗാനിം ഇന്റർനാഷണൽ കമ്പനിക്ക് കീഴിലെ 800ഓളം തൊഴിലാളികൾ പണിമുടക്കുന്നത്. ഇന്ത്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള 800 തൊഴിലാളികൾ ജോലിക്ക് പോകാതെ കമ്പനി ഓഫീസിനു മുന്നിൽ കുത്തിയിരിക്കുകയാണ്. നേരത്തെ നടന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിട്ട 15 പേരെ തിരിച്ചെടുക്കുകയോ അല്ലാത്തപക്ഷം മുഴുവൻ ജോലിക്കാരെയും പിരിച്ചുവിടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കമ്പനി തരുന്ന ഭക്ഷണം ഗുണനിലവാരമില്ലാത്തതാണെന്നും ക്യാമ്പിൽ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ജലവൈദ്യുത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു അന്ന് തൊഴിലാളികൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. ഭക്ഷണത്തിനുള്ള തുക മുമ്പത്തെ പോലെ നൽകാമെന്നും വൈദ്യുതീകരണം ശാസ്ത്രീയമാക്കി ക്യാമ്പിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താമെന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ അന്നു സമരത്തിൽ മുൻനിരയിൽ നിന്ന 15 പേർക്കെതിരെ പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചതാണ് ഇപ്പോൾ വീണ്ടും തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് കാരണമായത്.
മീഡിയ 1 കുവൈറ്റ്. സലാലയിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടെ എങ്ങനെ പരീക്ഷ എഴുതാമെന്ന വിഷയത്തിൽ ഫെബ്രുവരി 21-ന് മ്യൂസിയം ഹാളിലാണ് പരിപാടി. വിദ്യാഭ്യാസ മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ ദബാശിഷ് ഭട്ടാചാര്യ ക്ലാസ് എടുക്കും. ഡോക്ടർ VS സുനിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് കോർഡിനേറ്റർ VM സുബൈർ അറിയിച്ചു. ഷാർജയിൽ അൽ ഷർഖിയ എന്ന പേരിൽ പുതിയ TV ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. എമിറേറ്റിലെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്കായാണ് പുതിയ ചാനൽ. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു. കൽബ, കൊർഫുഖാൻ, അൽ ഹൊസാൻ, ദിബ്ബ എന്നിവിടങ്ങളിലെ പ്രേക്ഷകർക്കായാണ് സംരക്ഷണം. ഷാർജ TV 25-ാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ചാനലിന്റെ പിറവി. ദജീജിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. കുവൈറ്റിലെ 10ാമത്തെ ശാഖയാണ് ശനിയാഴ്ച ദജീജിൽ തുറന്നിരിക്കുന്നത്. ലുലു എക്സ്ചേഞ്ച് CEO അദീബ് അഹമ്മദ്, ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള ഹമൂദ് ഫൈസൽ അൽ സബാഹ്, ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA യൂസുഫ് അലി എന്നിവർ ചേർന്നാണ് എക്സ്ചേഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യ ഇടപാട് MA യൂസുഫ് അലിയും ഇന്ത്യൻ സ്ഥാനപതിയും ചേർന്ന് നിർവഹിച്ചു. 2008-ൽ പ്രവർത്തനം തുടങ്ങിയ ലുലു എക്സ്ചേഞ്ചിന് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചെടുക്കാനായെന്നും വിവിധ രാജ്യങ്ങളിലായി 77ഓളം ശാഖകളുള്ള എക്സ്ചേഞ്ച് കുവൈത്തിൽ ഈ വർഷം 6 ബ്രാഞ്ചുകൾ കൂടി തുടങ്ങുമെന്നും CEO അറിയിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് അബുദാബിയിൽ അൽ വഹദ മോളിൽ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് വരെ കസ്റ്റമർ ഫോക്കസ്ഡ് ഒരു അപ്രോച്ചാണ് ഞങ്ങൾ ഈ മേഖലയിൽ എടുത്തിരിക്കുന്നത്. ദജീജ് ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലക്കി ഡ്രോ ഏർപ്പെടുത്തിയതായും 3 മാസം നീണ്ടു നിൽക്കുന്ന ലക്കി ഡ്രോയിൽ വിജയികളാവുന്നവർക്കായി സാംസങ് സ്മാർട്ട് TV, സാംസങ് ടാബ്ലറ്റ്, സാംസങ് LED TV തുടങ്ങിയ ആകർഷകങ്ങളായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 2012 ഫെബ്രുവരിയിൽ കുവൈത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലുലു എക്സ്ചേഞ്ചിന് നിലവിൽ അബ്ബാസിയയിലും ഫർവാനിയിലും 2 വീതവും അൽറായി, ഫഹാഹിൽ, മെഹബൂല, മംഗഫ്, മൊർഗാബ് എന്നിവിടങ്ങളിൽ ഓരോ ശാഖകളുമാണുള്ളത്. ലുലു എക്സ്ചേഞ്ച് കുവൈത്ത് ജനറൽ മാനേജർ KNS ദാസ്, നിഷാന്ത് ബല്ലിപ്പ, ഷിജു മോഹൻദാസ്, ഷഫാസ് അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ലുലു ഗ്രൂപ്പിന്റെ 109ാമത് ഷോറൂം കുവൈറ്റിലെ ദജീജിൽ പ്രവർത്തനം ആരംഭിച്ചു. കുവൈറ്റ് രാജകുടുംബാംഗങ്ങളായ ഷെയ്ഖ് അബ്ദുള്ള ഹമൂദ് ഫൈസൽ അൽ സുബാഹ്, ഷെയ്ഖ് നിമർ ഫഹദ് അൽ സുബാഹ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഗ്രൂപ്പ് MD MA യൂസുഫ് അലി, ഇന്ത്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, കൊറിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. അബ്ബാസിയക്കടുത്ത് ദജീജിൽ 6th റിംഗ് റോഡിന് സമീപത്തായി 2,30,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ലു ഹൈപ്പർ മാർക്കറ്റിന്റെ രാജ്യത്തെ 4ാമത് ശാഖ ആരംഭിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഭക്ഷണ സാധനങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ എന്നിവയും മുകളിലത്തെ നിലയിൽ വിശാലമായ ലൈഫ് സ്റ്റൈൽ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. കുവൈത്തിലെ 4ാമത്തെ ശാഖ തുറക്കുന്ന വേളയിൽ രാജ്യത്തെ ഉപഭോക്താക്കളുടെ അകമൊഴിഞ്ഞ സഹകരണത്തിൽ തങ്ങൾ അതീവ സന്തുഷ്ടരാണെന്ന് ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA യൂസുഫ് അലി പറഞ്ഞു. കുവൈത്തിലെ ജനങ്ങൾക്ക്, ഇവിടെ താമസിക്കുന്നവർക്കും, കുവൈത്ത് ഇവിടുത്തെ അറബി സഹോദരന്മാർക്കും സഹോദരികൾക്കും നല്ല ക്വാളിറ്റി, നല്ല പ്രൈസ്, നല്ല സർവീസ്, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഫുഡ് കോർട്ട്, ജ്വല്ലറി, മണി എക്സ്ചേഞ്ച്, പെർഫ്യൂം, കണ്ണടക്കടകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് സമുച്ചയത്തിൽ വിശാലമായ ബേസ്മെന്റ് പാർക്കിംഗും കുട്ടികൾക്കായി കളിസ്ഥലങ്ങളും ഒരുക്കിയതായി ലു റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കടക്കം വൻ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുമൂലം ആയിരങ്ങളാണ് ഉദ്ഘാടന ദിനത്തിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ക്വാളിറ്റി റീറ്റെയിൽ ഗ്രൂപ്പ് നടത്തിവരുന്ന ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മേളയിൽ യൂറോപ്യൻ, അറബിക്, ഇന്ത്യൻ, ഫിലിപ്പാനോ, ശ്രീലങ്കൻ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കായി പ്രത്യേകം പവലിയനുകളാണ് ഒരുക്കിയിരുന്നത്. കൂടാതെ മെയ്ഡ് ഇൻ ഖത്തർ എന്ന പേരിൽ ഖത്തറിലെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്കായി തയ്യാറാക്കിയ പവലിയനും മേളയിലുണ്ട്. സ്ത്രീകൾക്കായി നടത്തിയ പാചക മത്സരവും കുട്ടികൾക്കായി നടത്തിയ തീറ്റ മത്സരവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റ് ആകർഷകമായ പ്രമോഷനുകളാണ് പ്രഖ്യാപിച്ചത്. സൽവാർ റോഡിലെ ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ ഫെബ്രുവരി 13-ന് ആരംഭിച്ച ഫെസ്റ്റിവൽ ഈ മാസം 22 വരെ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധിക്കെതിരായി കുമാർ ബിശ്വാസ് മത്സരിക്കും. മേധാ പട്കറും യോഗേന്ദ്ര യാദവും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ടാവുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ യോഗത്തിന് ശേഷം മനീഷ് സിസോദിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഖ്യാപിച്ച 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആം ആദ്മി പാർട്ടി മുൻനിര നേതാക്കളാണ്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കുമാർ ബിശ്വാസ് മത്സരിക്കും. യോഗേന്ദ്ര യാദവ് ഗാസിയാബാദിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക.
കോൺഗ്രസിലെ കപിൽ സിബലിനെതിരെ മാധ്യമപ്രവർത്തകൻ അശുതോഷും സൽമാൻ ഖുർഷിദിനെതിരെ മുകുൾ ത്രിപാഠിയും മനീഷ് തിവാരിക്കെതിരെ അഡ്വക്കേറ്റ് HS ഫൂൽക്കെയും മത്സരിക്കും. മേധാ പട്കർ, മീര സന്യാൽ, മായൻ ഗാന്ധി എന്നിവർ മുംബൈയിൽ നിന്ന് ജനവിധി തേടും. നിതിൻ ഗഡ്കരിക്കെതിരെ അഞ്ജലി ദമാനിയയാണ് പോരാട്ടത്തിനിറങ്ങുക. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾക്കെതിരെ ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആപ്പിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യം മുഴുവനായി 350 സീറ്റുകളിൽ മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം. പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ആം ആദ്മി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ കുമാർ ബിശ്വാസ് മത്സരിക്കും. മേധാ പട്കറും യോഗേന്ദ്ര യാദവും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ടാവുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ആദ്യഘട്ട ലിസ്റ്റിലില്ല. നരേന്ദ്രമോദി എവിടെ മത്സരിക്കും എന്നറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം വ്യക്തമാവുക. ഇരുപത് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുബാറക് കൽപ്പറ്റ, ആം ആദ്മി പാർട്ടി മെമ്പർ മുബാറക് കൽപ്പറ്റ, മാധ്യമപ്രവർത്തകൻ നജീം കൊച്ചുകലുങ്ക്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ സത്താർ കുന്നിൽ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ മുബാറക് കൽപ്പറ്റ, ഇന്ന് 20 സീറ്റിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി ഇലക്ഷനിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു, വ്യക്തമായ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്ക്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിക്ക് ഡൽഹിയിൽ നിന്നും രാജിവെച്ചു പോരേണ്ടി വന്നത്. ലോക്സഭാ ഇലക്ഷനിൽ എന്ത് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാണ് ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാനാവുക? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ നിലനിൽപ്പാണ് പാർട്ടിയുടെയും മറ്റ് ഭരണത്തിന്റെയും നിലനിൽപ്പിനെക്കാട്ടി ഉപരിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജിവെച്ചിറങ്ങിയ നട്ടലുള്ള രാഷ്ട്രീയ നേതാവായ അരവിന്ദ് കെജ്രിവാളിന് നന്ദി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഡൽഹിയിലെ ഭരണത്തിന്റെ പോരായ്മകളും ഡൽഹിയിൽ ഭരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അല്ല ആം ആദ്മി പാർട്ടി രാജിവെച്ചത് എന്നതാണ് എല്ലാ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഭരണവർഗവും ഉദ്യോഗസ്ഥരും കാവൽക്കാരും അഴിമതി വിരുദ്ധരാകുമ്പോൾ നാം വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിലോട്ട് പെട്ടെന്ന് അടുത്തെടുക്കാനാവും എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു ലക്ഷ്യം, അത് നേടിയെടുക്കുവാൻ വേണ്ടി മൊത്തം ദേശീയ തലത്തിൽ ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ശക്തമായ ഒരുമയോട് കൂടിയുള്ള ത്രിണയത്തോടു കൂടിയുള്ള ശ്രീ മുബാറക് കൽപ്പറ്റ, താങ്കൾ നേരത്തെ പറഞ്ഞ നട്ടെല്ലിന്റെ കാര്യം സമ്മതിക്കുന്നു. പക്ഷേ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയത്. ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചു. അതൊന്നും നടക്കാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. ഇനി പുതിയ എന്ത് വാഗ്ദാനങ്ങൾ നൽകും? അങ്ങനെ നൽകിയാൽ തന്നെ അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? 49 ദിവസത്തെ വിജയകരമായ ഭരണത്തിൽ 49 ദിവസം കൊണ്ട് ഏതൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉപരിയായി ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തി കൊണ്ടുവന്ന 18 അജണ്ടകളിൽ ഭൂരിപക്ഷവും 40 ദിവസം കൊണ്ട് വിജയിക്കാവുന്നത് വളരെ ഭംഗിയായി തീർന്നുകൊണ്ട് തന്നെയാണ് ആം ആദ്മി ഗംഭീരമായി പുറത്തു വന്നിരിക്കുന്നത്. ഭരണവർഗത്തിന്റെ അഹങ്കാരം സാധാരണക്കാരന്റെ അടുക്കളയോളം എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സാധാരണക്കാരൻ ചിന്തിച്ച അവന്റെ വികാരത്തിന്റെ പ്രതിഫലനമാണ് ആം ആദ്മി പാർട്ടി. ഇവിടെ കുത്തക മുതലാളിമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദൈനംദിന വസ്തുക്കളുടെ വില ഉയർത്തി സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരിൽ വന്ന ജനവികാരമാണ് ആം ആദ്മി പാർട്ടി.
അവിടെ ജനം തോറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കിൽ ജനമാണ് എന്നും വിജയിച്ചിട്ടുള്ളത്. ജനങ്ങൾ തന്നെയാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ നജീം കൊച്ചുകലുങ്ക്, സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായം തുന്നിച്ചേർത്തുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിലേറിയത്. അത്തരത്തിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നേട്ടം ഈ ലോക്സഭാ ഇലക്ഷനിലും ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമോ? താങ്കൾക്ക് എന്ത് കരുതുന്നു? തീർച്ചയായും ഡൽഹിയിലുണ്ടായ വിജയത്തെക്കാൾ വലിയ വിജയം ഇന്ത്യയാകമാനം സാധാരണക്കാരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു നിരീക്ഷണമാണ് എനിക്ക് നടത്താൻ കഴിയുന്നത്. കാരണം ഇന്ത്യൻ ജനത ആഗ്രഹിച്ച ഒരു മാറ്റമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത്. ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയം കെട്ടിക്കിടക്കുന്ന വെള്ളമായിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം ജീർണിക്കും. അതിൽ ഒരു വിസ്ഫോടനമാണ് ആം ആദ്മി പാർട്ടി സാധ്യമാക്കിയത്. അറിയാമല്ലോ, വിസ്ഫോടനം ഉണ്ടായാൽ പിന്നീട് പുതിയ ജീവനുകൾ അവിടെ ഉറവെടുക്കും. ആ വെള്ളം പുറത്തേക്ക് ഒഴുകും, ചലിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു ചലനാത്മകമാണ് ഒരു അന്തരീക്ഷം ആണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഡൽഹി ആവർത്തിക്കുന്നില്ല, ഡൽഹി വ്യാപിക്കും എന്നാണ് പറയേണ്ടത്. ശ്രീ നജീം, പക്ഷേ എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യാനാകും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുന്നതിന് മുമ്പ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചില്ല. അംബാനി ഉൾപ്പെടെയുള്ള അംബാനിമാരെ പോലെയുള്ള വലിയ വ്യവസായ പ്രമുഖരെ വെല്ലുവിളിച്ചുകൊണ്ട് 49 ദിവസം ഭരണം നടത്തി ആം ആദ്മി പാർട്ടി. പക്ഷെ ഒന്നും അവർക്ക് നേടാനായില്ല. ഒരുപാട് നിലപാടുകളെടുത്തു, തീരുമാനങ്ങളെടുത്തു എന്നതിലപ്പുറത്ത് ഒന്നും അവർക്ക് നേടാനാവില്ലെന്ന് അവരും തെളിയിച്ചു. അവരെ കൊണ്ട് ഒന്നിനും സാധിപ്പിക്കുകയില്ലെന്ന് BJPയും കോൺഗ്രസും തെളിയിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ഇലക്ഷൻ നേരിട്ടാൽ, ഇനിയൊരു ഭരണത്തിലേറിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും ആം ആദ്മി പാർട്ടിക്ക്? 49 ദിവസം ഒരു വലിയ കാലയളവേ അല്ല. 5 വർഷം കൊടുത്തിട്ടും പ്രകടന പത്രികയിൽ പറയുന്ന പകുതിയല്ല, അതിന്റെ 5% പോലും നടപ്പാക്കാൻ കഴിയാത്ത ഗവൺമെന്റുകളെ കണ്ടു മടുത്ത ഇന്ത്യൻ ജനതയ്ക്ക് 49 ദിവസം കൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തിയ നീക്കങ്ങൾ വലിയ പ്രതീക്ഷയാണ്, സന്തോഷമാണ് നൽകിയത്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇതുവരെ അവർക്കുണ്ടായിരുന്ന ജനപ്രീതി 10 മടങ്ങല്ല പല മടങ്ങ് ഉയരാൻ കാരണമായത്. ഈ ഒരു 2 ദിവസം രാജിവെച്ച ദിവസവും പിറ്റേ ദിവസവുമായി ആം ആദ്മി പാർട്ടിക്ക് ലോകത്തെങ്ങും നിന്നും വന്നുകൊണ്ടിരുന്ന വരുമാനം, സംഭാവനകൾ, ആ സംഭാവനകൾ കേവലം സംഭാവനകളല്ല, അത് ജനതയുടെ മനസ്സിന്റെ അംഗീകാരമാണ്. അത് 700% കണ്ട് വർദ്ധിച്ചു എന്നാണ് വളരെ സുതാര്യമായ വെബ്സൈറ്റ് കണക്ക് ആം ആദ്മി പാർട്ടി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. ഞാൻ ഒന്നിടപെടുന്നു. തൃക്കരിപ്പൂരിൽ നിന്നും അബ്ദുൽ വാജിദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ വാജിദ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡൽഹിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ നിലയിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തലക്കമുള്ളിലുള്ള ഒരു വാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന എൻ്റെ അഭിപ്രായം. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം വരും എന്നാണ് വിശ്വാസം. യെസ്, വളരെയധികം നന്ദി. രാഷ്ട്രീയ നിരീക്ഷകൻ സത്താർ കുന്നിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ സത്താർ കുന്നിൽ, വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ലോക്സഭാ ഇലക്ഷനെ ആം ആദ്മി പാർട്ടി നേരിടുന്നത്. പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറിനെ പോലെയുള്ള വലിയ ആളുകളുടെ പേരുകൾ അവർ ആദ്യമായി തന്നെ BJPയും കോൺഗ്രസും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുമ്പേ തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 20 സീറ്റുകളിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് കുമാർ ബിശ്വാസാണ്. ഒപ്പം അരവിന്ദ് കെജ്രിവാൾ എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ നരേന്ദ്രമോദിക്കെതിരെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക. ഇത്തരം പ്രമുഖർ, മേധാ പട്കറിനെ പോലെയുള്ള പ്രമുഖരെ രംഗത്തിറങ്ങി ലോക്സഭാ ഇലക്ഷനെ നേരിടാൻ ആം ആദ്മി പാർട്ടി ഒരുങ്ങുമ്പോൾ BJPയും കോൺഗ്രസും യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത് തന്നെയല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു?
തീർച്ചയായിട്ടും ഡൽഹിയിലെ ഭരണത്തിൽ നിന്നും രാജിവെച്ചതോടുകൂടി ശരിക്കും കെജ്രിവാൾ ഒരു ഹീറോ പരിവേഷം നേടിയിട്ടുണ്ട്. അത്തരമൊരു പരിവേഷം നേടിക്കൊടുത്തത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ തന്നെയാണ്. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അതിലേക്ക് എത്താനുള്ള ചില ശ്രമങ്ങൾ കെജ്രിവാൾ നടത്തിയതിനെ നമുക്ക് നിസ്സാരമായി കണ്ടുകൂടാം. അദ്ദേഹത്തിന് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢ തന്ത്രം വിജയിക്കുകയും അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വിട്ടുപോവുകയും ചെയ്തെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 20 സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച അതും ഏറ്റവും വലിയ പ്രശസ്തരായ ആളുകൾക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെയും കപിൽ സിബലിനെതിരെയും മാധ്യമപ്രവർത്തകനായ അശുതോഷ് മത്സരിക്കുന്നതും നിതിൻ ഗഡ്കരിക്കെതിരെയും വളരെ പ്രമുഖരായ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമിടുകയാണ് എന്നുള്ള അവർ തുടങ്ങിവെച്ച ആ മുദ്രാവാക്യം വീണ്ടും സജീവമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയാം, ഇന്ത്യ എന്നുള്ള വലിയൊരു രാജ്യമാണ്. 530ഓളം ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കൈയാളുമെന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷവും മൂന്നാം മുന്നണിയൊക്കെ നേതൃത്വം നൽകുന്ന പ്രാദേശിക കക്ഷികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂന്നാം മുന്നണി ഉയർന്നു വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി, കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഒരു നിർണായക ശക്തിയായി മാറുന്നുള്ള എല്ലാ സാഹചര്യവുമാണ് ഇന്ത്യ രാജ്യത്ത് നൽകുന്നത്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട കോൺഗ്രസിന്റെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണവും വർഗീയതയുടെ ആൾരൂപമായി നിൽക്കുന്ന നരേന്ദ്രമോദിയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനിടയിലൂടെ ഒരു മൂന്നാം ബദലിന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും അധികം മാറ്റം എന്നുള്ള രീതിയിൽ ഈ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ പുതിയൊരു മുദ്രാവാക്യം നൽകിക്കൊണ്ട് അധികാരത്തിലേറിയ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം ബദലിന്റെ ശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. പക്ഷേ അത് ഒരു ആം ആദ്മി മാത്രം വിചാരിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഒമാനിൽ നിന്നും ഫൈസൽ ബാബു എന്ന പ്രേക്ഷകൻ. ശ്രീ ഫൈസൽ ബാബു പറഞ്ഞോളൂ. ഞാൻ കരുതുന്നത് സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതാണ്. BJP-യേക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസിനായിരിക്കും ഇത് ദോഷകരമായി ബാധിക്കുക. BJP-ക്ക് കൂടുതൽ സ്വാധീനമുള്ള ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ആ പ്രദേശങ്ങളിലെ ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ സ്വാധീനം നവമാധ്യമങ്ങളോട് ഉണ്ടാക്കാൻ കഴിയില്ല. ബാംഗ്ലൂർ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ പാർട്ടി കൂടുതൽ ശക്തമായി വരികയും അത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുകയും മതേതര പാർട്ടിയായ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നതിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ വരവ് അതിനെ തടയുകയും ചെയ്യും. ഫലത്തിൽ ഇത് BJP-യാണ് സഹായിക്കുക. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ നജീം കൊച്ചുകലുങ്ക്, ഇപ്പോൾ ഫൈസൽ ബാബു സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ ഇലക്ഷനിൽ വലിയൊരു വിജയം നേടി ഇന്ത്യ ഭരിച്ചു കളയാം എന്നൊരു വ്യാമോഹമൊന്നും ആം ആദ്മി പാർട്ടിക്കില്ല. അങ്ങനെയൊരു സാധ്യത ആരും കാണുന്നുമില്ല. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യാൻ സാധിക്കും ആം ആദ്മി പാർട്ടിക്ക്? ആം ആദ്മി പാർട്ടി ഇന്ത്യ ഭരിച്ചു കളയും എന്നൊരു പ്രതീക്ഷ അതിനെ അനുകൂലിക്കുന്നവർക്കോ അതിൽ പ്രവർത്തിക്കുന്നവർക്കോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോ പെട്ടെന്ന്. എന്നാൽ മാറി ചിന്തിക്കാൻ ജനതയെ പ്രേരിപ്പിക്കും. ഏറ്റവും പുതിയ മാധ്യമമായ ഫിഫ്ത്ത് മീഡിയ എന്നൊക്കെ നാം പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ഈ നഗര കേന്ദ്രീകൃത വോട്ടർമാരിലാണ് ആം ആദ്മി കൂടുതലായി സ്വാധീനം ചെലുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആധിപത്യം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ BJP-യുടെ പ്രധാനപ്പെട്ട വോട്ടർമാർ അത്തരക്കാരാണ്. അവരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ഈ ആം ആദ്മി പാർട്ടിക്ക് ആ വോട്ടുകൾ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ BJP-ക്കാണ് തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ഈ നില ദോഷം ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭീഷണിയെ, ഒരു ഫാഷിസത്തിന്റെ ഭീഷണിയെ തടയാൻ കൂടി ആം ആദ്മി പാർട്ടി സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. തിരുവനന്തപുരത്ത് നിന്നും ജയൻ എന്ന പ്രേക്ഷകൻ. ശ്രീ ജയൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മളെ ഭരിച്ച് ജനങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യത്തിനും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രോജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ആം ആദ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ലോക്സഭയിൽ ഒരു നിർണായക ശക്തിയായിട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, ഇപ്രാവശ്യം മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, എന്നെ പോലുള്ള അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും വലിയൊരു യുവജനത അവരുടെ പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞു. അതിനി ഒരു സംശയം വേണ്ട. ഞങ്ങൾക്ക് വിവിധ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ആം ആദ്മിക്ക് വേണ്ടി തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം
പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ആവശ്യം നമുക്കിന്ന്. അല്ലാതെ വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ മുബാറക് കൽപ്പറ്റ, എവിടെയൊക്കെയാണ് ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ? ജനം രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങി. ഇതിനു മുമ്പത്തെ ഇലക്ഷനുകൾ പറഞ്ഞു വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിന് മുമ്പിൽ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്ന ജനം, ഇന്ത്യയിലെ ജനം, ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ജനം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാഷ്ട്രീയം ചർച്ച ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. ഈ മാറ്റം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലും എത്തുമെന്ന് നിങ്ങൾ നോക്കണം. അത് എത്തിയിരിക്കുന്നു. അതിന്റെ വ്യത്യാസം അരാജകത്തിൽ നിന്നും ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാത്ത രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്തിരുന്ന ജനം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം ഇന്ത്യ മുഴുവൻ ആലോചിക്കും. ഇതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ആം ആദ്മിയുടെ പ്രവർത്തകരും ആം ആദ്മിയുടെ നേതൃത്വവും വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തമല്ല, ഭരണം അല്ല ആം ആദ്മിയുടെ ആവശ്യം. ജനകീയ പ്രശ്നങ്ങളാണ് ആം ആദ്മിയുടെ പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ എങ്ങനെ വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളതായിരിക്കും ആം ആദ്മി ഈ ലോക്സഭയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. തൃശ്ശൂരിൽ നിന്നും കുഞ്ഞു മുഹമ്മദ് എന്ന പ്രേക്ഷകൻ. ശ്രീ കുഞ്ഞു മുഹമ്മദ്, പറഞ്ഞോളൂ. ശ്രീ മുബാറക്, താങ്കൾ സൂചിപ്പിച്ചു വന്നത് നയ നിലപാടുകൾ തന്നെയാണ്. എവിടെയൊക്കെയാണ് പ്രതീക്ഷകൾ എന്ന് താങ്കൾ സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി എവിടെ മത്സരിക്കും എന്നറിഞ്ഞതിന് ശേഷം മാത്രം ആ തീരുമാനം ഉണ്ടാകൂ എന്നാണ് പറയപ്പെടുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരു പക്ഷേ മത്സരിച്ചേക്കും എന്നും പറയപ്പെടുന്നു. അങ്ങനെ വന്നാൽ ഡൽഹിയിലേക്ക് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ പാർട്ടിയെ ആര് നയിക്കും? ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ജനം ചർച്ച ചെയ്യട്ടെ, അവരാണല്ലോ വോട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും മാനദണ്ഡവും മാറുന്നുണ്ട്. മറിച്ച് ജനം ചർച്ച ചെയ്യുമ്പോൾ അതിന് അർത്ഥവത്തായ നേതൃത്വം മുന്നോട്ട് നല്ല നേതാക്കളെ തെരഞ്ഞെടുക്കട്ടെ, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ. കാലഘട്ടത്തിനനുസരിച്ച് ഇത്രത്തോളം എത്തിയ ആം ആദ്മി കാലഘട്ടത്തിനനുസരിച്ച് നല്ല തീരുമാനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അത് എന്നെ പോലെ കോടിക്കണക്കിന് ആം ആദ്മിയിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന സാധാരണക്കാരന്റെ പ്രതീക്ഷ. ശ്രീ മുബാറക്, കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്, നരേന്ദ്രമോദിയാണ് BJPയെ നയിക്കുന്നത്. ആരായിരിക്കും ആം ആദ്മി പാർട്ടിയെ നയിക്കുക? വാർത്തകൾ വായിക്കുന്ന സാധാരണക്കാരൻ എന്ന നിലയിൽ ആദ്യത്തെ ദിവസം അമേഠിയിലുണ്ടായിരുന്ന ജനങ്ങൾ, അമേഠിയിൽ സംഘമായി വന്ന ജനങ്ങൾ, ആ ജനങ്ങൾ അതിന് ഉത്തരം നൽകിയില്ല. അത്രയും വലിയൊരു ജനക്കൂട്ടം അമേഠിയിൽ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതല്ല, അമേഠിയിലെ ജനങ്ങളുടെ വികാരമാണ്. ഇതേപോലെ തന്നെ ലുധിയാനയിൽ നമ്മൾ കാണാം, ഡൽഹിയിൽ മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണും. എന്തുകൊണ്ടാണ് ജനം വിളിക്കാതെ ആം ആദ്മിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ആം ആദ്മി ആരെയും ജയിലിൽ പോയി മെമ്പർഷിപ്പ് തിരിക്കുന്നില്ല. താല്പര്യമുള്ളവൻ വരുന്നു. താല്പര്യമുള്ളവൻ അധികമാകുമ്പോൾ നിലവിലുള്ള പ്രസ്ഥാനങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വരും. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. മാളയിൽ നിന്നും അച്ചു എന്ന പ്രേക്ഷകൻ. ശ്രീ അച്ചു, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യം ഇപ്പോൾ ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയെ വെട്ടിമുറിക്കപ്പെടാം BJP ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് മുഴുവനും കൊള്ളടിച്ചുകൊണ്ട് പോയേക്കാം. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ സത്താർ കുന്നിൽ, വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഡൽഹിയിൽ സാധാരണ ജനങ്ങൾ, അവർ പറയുന്ന ആം ആദ്മി പാർട്ടി അധികാരത്തിലേറ്റിയത്. അംബാനിക്കെതിരെ പടവെട്ടി, വ്യവസായ പ്രമുഖനായ അംബാനിക്കെതിരെ പടവെട്ടി ജൻലോക് പാൽ ബിൽ പാസ്സാക്കാനാവാതെ ഡൽഹി നിയമസഭയിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ സാധാരണക്കാരൻ തന്നെയല്ലേ തോറ്റത്? അല്ല, തീർച്ചയായും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞൊരു കാര്യം, താൻ ജൻലോക്പാൽ ബിൽ പാസ്സാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കില്ല എന്നുള്ള ഒരു ശക്തമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു.
അത് അദ്ദേഹം പാലിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ചൂല്, അവർ ഉയർത്തി കൊണ്ടുവന്ന ചിഹ്നം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചൂല് എന്നുള്ള ചിഹ്നം ചാണകം മുക്കി ചൂല് തേച്ചുകൊണ്ട് അഴിമതിക്കാർ ഓട്ടി ഓടിക്കുന്ന, കള്ളന്മാരെ ആട്ടി ഓടിക്കുന്ന നിലപാടാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പോലും. ആ ചൂലെന്ന മുദ്രാവാക്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡൽഹിന്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി ഉദയം കൊള്ളുകയും അത് ശരിയായ രീതിയിൽ മുതലെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും മാധ്യമങ്ങളുടെ നല്ല രീതിയിലുള്ള പിന്തുണ ഉണ്ടാവുകയും ചെയ്തു. രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിക്കാരുടെയും കള്ളന്മാരുടെയും മാത്രം അവസ്ഥയാണ് എന്നും നല്ല ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുമുള്ള ഇന്നത്തെ അഭ്യസ്തവിദ്യരായ യുവതലമുറയെ മാറി ചിന്തിപ്പിക്കാനും കേട്ട് കണ്ടു മടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ അഴിമതിക്കും വർഗീയതക്കും എതിരെ ശക്തമായ താക്കീതായിക്കൊണ്ട് യുവജനതകൾ ആം ആദ്മി പാർട്ടിയിൽ അണിനിരക്കുകയും ഡൽഹിയിൽ ഒരു വിജയം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് വളരെ നല്ലൊരു മുന്നേറ്റമായിട്ടാണ്, ഒരു മാറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ നിരവധി സംസ്ഥാനങ്ങളിൽ ജാതിയും മതവും രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും വ്യക്തികൾ പോലും രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വളരെ എളുപ്പത്തിലൊന്നും നമുക്ക് ഡൽഹിയിലേക്കുള്ള ഭരണം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ മാത്രവുമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടുകൾ, ഈ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ നിലപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക നിലപാടുകൾ. സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെയധികം നന്ദി മുബാറക് കൽപ്പറ്റ, സത്താർ കുന്നിലൊപ്പം നജീം കലുങ്ക്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രേക്ഷകർക്കും നന്ദി. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.